Hi dears, welcome to MS Solution. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. അപ്പോൾ മക്കളെ, എല്ലാവർക്കും ഏറ്റവും സംശയമുള്ളൊരു ഭാഗമാണ് ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഭാഗം. അതായത് നമ്മുടെ പബ്ലിക് എക്സാം ആവട്ടെ മോഡൽ എക്സാം ആവട്ടെ 2 മാർക്ക് ഷുവറായിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ബ്ലഡ് ഗ്രൂപ്പ്. അതൊന്നും അറിയാത്തവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു ഭാഗം കൃത്യമായി കണ്ടോ, നിങ്ങൾക്ക് ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലാവും. ശ്രദ്ധിച്ചോ, ബ്ലഡ് ഗ്രൂപ്പ് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പുകൾ അറിയാം? ഇപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബി എ ബി ഒ. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പുകൾ ഏതെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ എ ഉണ്ട്, ബി ഉണ്ട്, എ ബി ഉണ്ട്, ഒ ഉണ്ട്. ഈ 4 ബ്ലഡ് ഗ്രൂപ്പാണ് ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രക്തത്തിൽ ആൻറ്റിജനും ഉണ്ട്, ആൻറ്റിബോഡിയും ഉണ്ട്. എങ്ങനെയുണ്ട്? നമ്മുടെ രക്തത്തിൽ ആൻറ്റിജനും ഉണ്ട്, ആൻറ്റിബോഡിയും ഉണ്ട്. ഈ ആൻറ്റിജൻ എവിടെ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എഴുതണം, അതാണ് RBC, റെഡ് ബ്ലഡ് സെല്ലിലാണ് കാണുക ആൻറ്റിജൻ. ആൻറ്റിബോഡി എവിടെ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് പ്ലാസ്മ. എവിടെയാണ് മക്കളെ? പ്ലാസ്മ. ഇത് 1 മാർക്കിൽ ചോദിക്കുന്നതാണ് കേട്ടോ. നമ്മളെ രക്തത്തിലെ ആൻറ്റിജൻ എവിടെ കാണും, ആൻറ്റിബോഡി എവിടെ കാണും ഓർത്ത് വെക്കാം. ഇനി ഓർത്ത് വെക്കേണ്ടത്, ബ്ലഡ് ഗ്രൂപ്പ് രക്തഗ്രൂപ്പ് എ ആണെങ്കിൽ ആൻറ്റിജൻ ഏതായിരിക്കുന്നോ? എ ആയിരിക്കും. രക്തഗ്രൂപ്പ് ബി ആണെങ്കിൽ ആൻറ്റിജൻ ഏതായിരിക്കും? ബി ആയിരിക്കും. ഇത് എന്ത് മനസ്സിലാക്കാം? ആൻറ്റിജൻ ഏതാണോ അതെന്നായിരിക്കും എന്ത്? രക്തഗ്രൂപ്പ്. അപ്പോൾ ആൻറ്റിജൻ എ ആണെങ്കിൽ രക്തഗ്രൂപ്പ് എ, ആൻറ്റിജൻ ബി ആണെങ്കിൽ രക്തഗ്രൂപ്പ് ബി. ഇത് സെറ്റാണോ? ആൻറ്റിജൻ എ ആണെങ്കിൽ രക്തഗ്രൂപ്പ് എ, ആൻറ്റിജൻ ബി ആണെങ്കിൽ രക്തഗ്രൂപ്പ് ബി. ഓക്കെ, എന്നാൽ എ ബി രക്തഗ്രൂപ്പിൻ്റെ ആൻറ്റിജൻ ഏതായിരിക്കും? ആ എ ബി ആൻറ്റിജൻ്റെ രക്തഗ്രൂപ്പാണ് എയും ഉണ്ടാവും, ബിയും ഉണ്ടാവും. ഇനി ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ്, ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാ? ഒ ഗ്രൂപ്പാണ്. ഇപ്പോൾ ഈ ആൻറ്റിജൻ്റെ ഭാഗം മനസ്സിലായി. ഇനി ആൻറ്റിബോഡിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരാളെ രക്തത്തിലെ ആൻറ്റിജനും ആൻറ്റിബോഡിയും സെയിം ആവില്ല. ഒരാളെ ആൻറ്റിജനും ആൻറ്റിബോഡിയും സെയിം ആവില്ല. എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ആൻറ്റിജൻ എ ആണെങ്കിൽ ആൻറ്റിബോഡി ഏതായിരിക്കുന്നോ? ബി ആയിരിക്കും. നമ്മൾ സ്മോൾ ലെറ്ററിലാണ്, ആൻറ്റിബോഡിയാണ് മനസ്സിലാവാനാണ് സ്മോൾ ലെറ്റർ അടയാളപ്പെടുത്തുന്നത്. ആൻറ്റിജൻ എ ആണെങ്കിൽ ആൻറ്റിബോഡി എന്തായിരിക്കും? ബി ആയിരിക്കും. അപ്പോൾ ആൻറ്റിജൻ ബി ആകുമ്പോൾ ആൻറ്റിബോഡി ഏതാ? എ ആയിരിക്കും. അപ്പോൾ എന്താ സാറേ, ആൻറ്റിജനും ആൻറ്റിബോഡി സെയിം ആയാൽ എന്താ പ്രശ്നം? സെയിം ആയാൽ കഴിഞ്ഞാൽ ഈ ആൻറ്റിജനും ആൻറ്റിബോഡി സെയിം ആയി കഴിഞ്ഞാൽ അത് രണ്ടും ബൈൻഡ് ആവും, അത് രണ്ടും കൂടിച്ചേർന്ന് രക്തം കട്ട പിടിക്കും, ബ്ലഡ് ക്ലോട്ടായിട്ട് ആ ആൾ ഉടനെ തട്ടിപ്പോവും, മരിച്ചത് പോവും. അപ്പോൾ ആൻറ്റിജൻ എ ആണെങ്കിൽ ആൻറ്റിബോഡി ഏതായിരിക്കും? ബി ആയിരിക്കും. എന്നാ ചോദിക്കട്ടെ, എ ബി രക്തഗ്രൂപ്പിൽ എ ഇവിടെ വരാൻ പറ്റുമോ? ഇവിടെ എ വരാൻ പറ്റുമോ? ഇല്ല. ബി വരാൻ പറ്റുമോ? ഇല്ല. കാരണം ഇതിൽ 2 ആൻറ്റിജൻ അല്ലേ. അപ്പോൾ ആൻറ്റിബോഡി ഇല്ലാത്ത ഗ്രൂപ്പ് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എ ബി ഗ്രൂപ്പ്. ഓക്കെ, ഇനി ആൻറ്റിബോഡി ഒ ഗ്രൂപ്പിലെ ഇവിടെ ആരെങ്കിലും ഉണ്ടോടാ രക്തം കട്ട പിടിപ്പിക്കാൻ? അപ്പോൾ ഇതിൻ്റെ ആൻറ്റിബോഡി ഏതാണെന്നോ? എയും ഉണ്ടാവും, ബിയും ഉണ്ടാവും. അപ്പോൾ എയും ബിയും ഈ ഒരു ബോക്സ് പഠിച്ചാൽ തന്നെ 2 മാർക്കായി. ഇനി ഇതിലൊരൊറ്റ കാര്യം പഠിച്ചാൽ മതി. നിങ്ങൾ പോസിറ്റീവ് നെഗറ്റീവും പഠിച്ചിട്ടില്ലേ? പോസിറ്റീവ് നെഗറ്റീവും പറയുമ്പോൾ എൻ്റെ മക്കളൊന്ന് പറഞ്ഞു തന്നെ. പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എൻ്റെ മക്കൾ ഓർത്ത് വെക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ആൻറ്റിജൻ എവിടെ കാണാം? RBCയിലല്ലേ കാണുക. ഈ ആൻറ്റിജൻ ശ്രദ്ധിക്കണം, ഈ RBC, ഇതൊരു RBC എന്ന് കൂട്ടൂ. RBC റെഡിൽ വരക്കാം. RBC ചുവന്ന രക്തകോശം, RBC എന്ന് കൂട്ടൂ. ഈ RBCയിൽ ആൻറ്റിജൻ എ ഉണ്ടെങ്കിൽ ഈ രക്തഗ്രൂപ്പ് ഏതാണ്? എ ആണ്. എന്നാൽ ഈ RBCയിൽ ആൻറ്റിജൻ ഡി, അല്ലെങ്കിൽ അതിന് വേറെ പേരാണ് RH ഫാക്ടർ, മലയാളം മീഡിയം RH ഘടകം. RH ഘടകം ഉണ്ടെങ്കിൽ ഈ രക്തഗ്രൂപ്പ് പോസിറ്റീവ്. ശ്രദ്ധിക്കണം, RH അല്ലെങ്കിൽ ഡി ആൻറ്റിജൻ അല്ലെങ്കിൽ RH ഫാക്ടർ ഉണ്ടെങ്കിൽ പോസിറ്റീവ്. അപ്പോൾ ഡി ആൻറ്റിജൻ RH ഘടകം RH ഫാക്ടർ ഇല്ലെങ്കിലോ നെഗറ്റീവ്. ഇല്ലെങ്കിലോ നെഗറ്റീവ്. അപ്പോൾ നിങ്ങളോട് എക്സാമിന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള സാധനമാണ് എ പോസിറ്റീവ് ഗ്രൂപ്പിൻ്റെ ആൻറ്റിജനും ആൻറ്റിബോഡി എഴുതുക, എ നെഗറ്റീവ് ഗ്രൂപ്പിൻ്റെ എഴുതുക, എ ബി പോസിറ്റീവിൻ്റെ, എ ബി നെഗറ്റീവിൻ്റെ, ഒ പോസിറ്റീവിൻ്റെ ആൻറ്റിജനും ആൻറ്റിബോഡി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എഴുതണം എ പോസിറ്റീവിൻ്റെ ആൻറ്റിജൻ, എ പോസിറ്റീവിൻ്റെ ആൻറ്റിജനും ആൻറ്റിബോഡിയും. ഒന്ന് പറഞ്ഞേ എൻ്റെ മക്കൾ, ആൻറ്റിബോഡി. അപ്പോൾ എ പോസിറ്റീവ് അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം എൻ്റെ ആൻറ്റിജനും ആൻറ്റിബോഡി എഴുതാം. എൻ്റെ ആൻറ്റിജൻ ഏതാ? എ ആണ്. ആൻറ്റിബോഡി ബി ആണ്. ഇവിടെ പോസിറ്റീവോ നെഗറ്റീവോ? പോസിറ്റീവ് അല്ലേ. അപ്പോൾ എന്ത് എഴുതുക? ആൻറ്റിജൻ. പോസിറ്റീവ് ആകുമ്പോൾ ആൻറ്റിജൻ ഏതുണ്ടാവും? ഡി എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ അതിന് പകരം എന്ത് കൊടുത്താൽ മതി? RH ഫാക്ടർ എന്ന് കൊടുത്താൽ മതി. പോസിറ്റീവ് ആണെങ്കിൽ ആൻറ്റിജൻ്റെ അവിടെ എന്തുകൂടി കൊടുക്കുക? ഡി ആൻറ്റിജൻ കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. എന്നാൽ എ നെഗറ്റീവിലോ? എ കൊടുത്തു, ആൻറ്റിബോഡി ബി കൊടുത്തു. ഇവിടെ നെഗറ്റീവ് അല്ലേ, ആൻറ്റിജൻ ഡി ഉണ്ടാവുമോ? ഉണ്ടാവില്ല. എന്നാൽ എ ബി പോസിറ്റീവിൻ്റെ പറഞ്ഞാണ്
എ ബി പോസിറ്റീവിന് ആൻറ്റിജൻ എയും ഉണ്ട് ബി ഉണ്ട്, ആൻറ്റിബോഡി ഇല്ല കേട്ടോ. അപ്പോൾ ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് അവിടെ ആരും കൂടി ഉണ്ടാവും, ആൻറ്റിജൻ ഡി കൂടി ഉണ്ടാവും. ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് ആണെങ്കിൽ ആൻറ്റിജൻ്റെ അവിടെ എന്തുകൂടി കൊടുക്കുക, ഡി എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ RH ഫാക്ടർ RH ഘടകം എന്ന് കൊടുത്താൽ മതി. എന്നാൽ എ ബി നെഗറ്റീവിൻ്റെ പറഞ്ഞാണ് എയും ഉണ്ടാവും ബിയും ഉണ്ടാവും, നെഗറ്റീവ് ആയതുകൊണ്ട് ഡി ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഇവിടെ എന്താണ് നിൽ. ഇനി ഓ പോസിറ്റീവിൻ്റെ പറഞ്ഞാണ് ഓന് ശ്രദ്ധിക്കുന്ന സമയത്ത് മക്കളെ ഓക്ക് എന്തില്ല, ആൻറ്റിജൻ ഇല്ല. എന്നാൽ ഇത് പോസിറ്റീവ് അല്ലേ, അപ്പോൾ അവിടെ ആരുണ്ടാവും, ആൻറ്റിജൻ ഡി ഉണ്ടാവും. ശ്രദ്ധിക്കുക, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, കുട്ടികൾ കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. ആൻറ്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് അല്ലേ, അപ്പോൾ അവിടെ ഒന്നും എഴുതാതെ വന്നിട്ടുണ്ട്. പോസിറ്റീവ് ആയതുകൊണ്ട് അവിടെ എന്ത് കൊടുക്കണം, ആൻറ്റിജൻ ഡി എന്ന് കൊടുക്കണം. അപ്പോൾ ആൻറ്റിബോഡി ഏതാ ഉണ്ടാവുക, എ ഉണ്ടാവും ബി ഉണ്ടാവും. ഈ ഭാഗം ക്ലിയർ ആയോ? അപ്പോൾ ശ്രദ്ധിക്കുക, രക്തഗ്രൂപ്പ് 4 എ ബി എ ബി ഒ. ആൻറ്റിജൻ ഏതാണോ അതെന്നായിരിക്കും രക്തഗ്രൂപ്പ്, ആദ്യത്തെ റൂള്. രണ്ടാമത്തെ, ആൻറ്റിജൻ എ ആണെങ്കിൽ ആൻറ്റിബോഡി ബി ആയിരിക്കും, അതായത് ഓപ്പോസിറ്റ് ആയിരിക്കും, അത് ഓർത്തു വെക്കുക. പിന്നെ ആൻറ്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് ഒ ഗ്രൂപ്പ്, ആൻറ്റിബോഡി ഇല്ലാത്ത ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ്. ഇത് ഓർത്തു വെച്ചു. ഇനി ഞങ്ങൾ ലാസ്റ്റായിട്ട് നോക്കേണ്ടത് ഏതൊക്കെ രക്തഗ്രൂപ്പിന് ഏതെല്ലാം ആൾക്കാർക്ക് കൊടുക്കാം. അതായത് ഒരു എക്സാമ്പിൾ, എ രക്തഗ്രൂപ്പുള്ള ആൾക്ക് ആരൊക്കെ കൊടുക്കാൻ പറ്റും. ഈ കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരൊറ്റ കാര്യമാണ് ആലോചിക്കേണ്ടത്. എൻ്റെ മക്കൾ കൃത്യമായി കേട്ടു വെച്ചോ, സാറ് പറയുന്ന കൃത്യമായി ഓർത്തു വെച്ചോട്ടോ. എ രക്തഗ്രൂപ്പ്, അതായത് നിങ്ങൾ ഏത് രക്തഗ്രൂപ്പ് നോക്കിക്കോ, നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് കൊടുക്കുന്ന ആളെ ആൻറ്റിജനും, ഇത് ഓർത്തു വെക്കുക, കൊടുക്കുന്ന ആളെ ആൻറ്റിജനും സ്വീകരിക്കുന്ന ആളെ ആൻറ്റിബോഡിയും തുല്യമാവരുത്. കൊടുക്കുന്ന ആളെ ആൻറ്റിജനും സ്വീകരിക്കുന്ന ആളെ ആൻറ്റിബോഡിയും തുല്യമാവരുത്. നോക്കിക്കോ, എ രക്തഗ്രൂപ്പുകാരൻ എക്ക് കൊടുക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ സാറായി എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മൾ റൂള് പറ, കൊടുക്കുന്ന ആൾ എ ആണ്, എൻ്റെ ആൻറ്റിജൻ ഏതാ, ഈ ബോക്സ് നോക്ക്, എൻ്റെ ആൻറ്റിജൻ ഏതാ, എ ആണ്. രണ്ടാമത്തെ റൂള്, സ്വീകരിക്കുന്ന ആൾ എ ആണ്, സ്വീകരിക്കുന്ന ആളെ ആൻറ്റിജനാണ് ആൻറ്റിബോഡിയാണ് തുല്യമാവരുത് എന്ന് പറഞ്ഞത്, ആൻറ്റിബോഡി. ശ്രദ്ധിക്ക്, കൊടുക്കുന്ന ആളെ ആൻറ്റിജനും സ്വീകരിക്കുന്ന ആളെ ആൻറ്റിബോഡിയും തുല്യമാവരുത്. കൊടുക്കുന്ന ആൾ ആൻറ്റിജൻ എ, സ്വീകരിക്കുന്ന ആളെ ആൻറ്റിബോഡി, ഇവിടെ സ്വീകരിച്ച എ അല്ലേ, എൻ്റെ ആൻറ്റിബോഡി ഏതാ, ബി അല്ലേ. ഈ എയും ബിയും സെയിം ആണോ? അല്ല. അതുകൊണ്ട് ഇത് പറ്റും. കൊടുക്കുന്ന ആളെ ആൻറ്റിജനും സ്വീകരിക്കുന്ന ആളെ ആൻറ്റിബോഡിയും തുല്യമാവരുത് എന്നാണ് റൂള്. അപ്പോൾ എക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ എക്ക് ബിക്ക് കൊടുക്കാൻ പറ്റുമോടാ? എ ബിക്കൊന്ന് കൊടുക്കാൻ നോക്കി, ഇത് പറ്റുമോ? ഇല്ല. കാരണം കൊടുക്കുന്ന ആളെ ആൻറ്റിജൻ എ തന്നെയാണ് എൻ്റെത്, സ്വീകരിക്കുന്ന ആൾ ബി ആണ്, ബീൻ്റെ ആൻറ്റിബോഡി തുല്യമാണോ നോക്കി, ബീൻ്റെ ആൻറ്റിബോഡി എ അല്ലേ, ഇത് രണ്ടും സെയിം അല്ലേ, പറ്റൂല. രക്തം കട്ടപിടിച്ച് അയാൾ തട്ടിപ്പോവും. അപ്പോൾ എ രക്തഗ്രൂപ്പുകാരന് കൊടുക്കാൻ പറ്റുന്നത് ആർക്ക് വെച്ച് കഴിഞ്ഞാൽ എക്ക് കൊടുക്കുക, എ ബിക്ക് കൊടുക്കാം. നിങ്ങൾ ഈ റൂൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബി രക്തഗ്രൂപ്പുകാരന് ആർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, ബിക്ക് കൊടുക്കുക, എ ബിക്ക് കൊടുക്കാം. എ ബി രക്തഗ്രൂപ്പുകാരന് ആർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, എ ബിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ല സാറേ നിങ്ങൾ പറയാൻ കാരണം എന്താ? ഇങ്ങോട്ട് നോക്കൂ, എ ബി രക്തഗ്രൂപ്പുകാരൻ എക്കൊന്ന് കൊടുത്തുന്ന് കൂട്ട്. റൂൾ എന്താ? കൊടുക്കുന്ന ആളെ ആൻറ്റിജനും സ്വീകരിക്കുന്ന ആളെ ആൻറ്റിബോഡി. ഇവിടെ കൊടുക്കുന്ന ആളെ ആൻറ്റിജൻ ഏതൊക്കെ, എ ഉണ്ട് ബി ഉണ്ട്. സ്വീകരിക്കുന്ന ആൾ ഇവിടെ ഏതാണ്, എ കാരനല്ലേ, അവൻ്റെ ആൻറ്റിബോഡി ഏതാ, അവൻ്റെ ആൻറ്റിബോഡി ബി അല്ലേ. ഈ ബിയും സെയിം അല്ലേ, അതുകൊണ്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ എ ബിക്കാരന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇത് ബിക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതന്നെയല്ല അവസ്ഥ, ആൻറ്റിബോഡി എ ആവും. ശ്രദ്ധിക്കുക, നിങ്ങൾ റൂള് മനസ്സിലാക്കിക്കുക. ഇനി ഓ ഗ്രൂപ്പുകാരന് ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ എക്ക് കൊടുക്കുക, ബിക്ക് കൊടുക്കുക, എ ബിക്ക് കൊടുക്കുക, ഓക്ക് കൊടുക്കുക. പഠിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അത് പഠിക്കുക, അല്ലെങ്കിൽ ഈ ബോക്സ് കട്ട് ചെയ്ത് കൊണ്ടുപോവുക, മൈക്രോ കോപ്പിയായി കൊണ്ടുപോവുക. ഓക്കെ, ഏതെല്ലാം രക്തഗ്രൂപ്പിന് ഏത്. അപ്പോൾ എക്ക് എക്കും എ ബിക്കും കൊടുക്കുക, ബിക്കും എ ബിക്കും കൊടുക്കുക. എ ബിക്കാരന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, ഓക്കാരന് എല്ലാവർക്കും കൊടുക്കുക. എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ഓ ഗ്രൂപ്പിന് പറയുന്നത് യൂണിവേഴ്സൽ ഡോണർ. ഇവിടെ എല്ലാവരെയും സ്വീകരിച്ച എ ബി ഗ്രൂപ്പ് അല്ലേ, അതാണ് യൂണിവേഴ്സൽ റിസീവർ അല്ലെങ്കിൽ റിസപ്റ്റർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്ലഡ് ഗ്രൂപ്പ് എന്ന് ചോദിക്കാൻ ഇതിന് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനായിരിക്കും ചാൻസ്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല.
പക്ഷേ ഇത് എക്സാം പേപ്പറിൽ നിരവധി തവണ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ മക്കൾക്ക് കിട്ടിയിരിക്കണം, സെറ്റാവുമല്ലോ. അപ്പോൾ നമുക്ക് ഇന്ന് രാത്രി പ്രഡിക്ഷൻ നമ്മൾ സെറ്റാക്കിയിട്ട് പഠിക്കാൻ ഇന്ന് കൃത്യം ഈവനിങ് 5 മണിക്ക് നമ്മൾ എന്തുണ്ട്, പ്രഡിക്ഷൻ ലൈവ് ഉണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ കൃത്യമായിട്ട് വന്നോളൂ. ബയോളജി A+ ആക്കേണ്ട കാര്യം സാർ ഏറ്റിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ കൃത്യം 5 മണിക്ക് ഫ്രണ്ട്സിന് കൂട്ടിയിട്ട് വാ, നമുക്ക് അവിടെ വെച്ചിട്ട് പൊളിക്കാം.